ഹൃദ്യമായ സ്വാഗതം. അസ്സലാമു അലൈക്കും. ആദരണീയനായ അധ്യക്ഷൻ, സ്റ്റേജിലും സ്റ്റേജിന് പുറത്തും ഉപവിഷ്ടരായിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെ ഗൗരവപ്പെട്ട ഒരു ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിടവാങ്ങും. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വേർഡ് ഒരുപക്ഷെ നമ്മിൽ പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. നമ്മുടെ ടൗണിൻ്റെ നടുവിലാണുള്ളത്. സാധാരണ ഈ ഒരു പദം മനസ്സിലാവുക യൂണിവേഴ്സിറ്റിക്കകത്ത് പ്രൊഫസർമാരോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഈ ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ആ ഒരു വേർഡിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അധോരാഷ്ട്രം, നിഗൂഢ രാഷ്ട്രം, അല്ലെങ്കിൽ ആഴത്തിലുള്ള രാഷ്ട്രം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ബാലറ്റ് പെട്ടി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത, ആരുടെ മുന്നിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ലാത്ത, അങ്ങേയറ്റം സൈനികവൽക്കരിക്കപ്പെട്ട ഒരു കോർപ്പറേറ്റ് സെക്യൂരിറ്റി സ്റ്റേറ്റിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുക. എത്രത്തോളം കോംപ്ലക്സ് ആണോ ആ ഡെഫിനിഷൻ, അത്ര തന്നെ കോംപ്ലക്സ് ആണ് ഡീപ് സ്റ്റേറ്റ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റിനെ കാണാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത വിധത്തിൽ, നമ്മുടെ ചിന്തകൾക്ക് മുമ്പിൽ പെട്ടെന്ന് നമുക്ക് ദഹിക്കാൻ കഴിയാത്ത രീതിയിൽ അത് മറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച്, ആ ഒരു കൺകെട്ടിനെ കുറിച്ച് ലോകത്തെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ആളുകൾ ഒരിക്കലും ചർച്ച ചെയ്യാത്തൊരു വിഷയത്തെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഫറൻസിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കണ്ണൂർ ഘടകം ഈ ചർച്ച നടത്തിയതിൽ ആദ്യമായിട്ട് അങ്ങേയറ്റം ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷേ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ആർക്കും അറിയില്ല. എന്തൊരു വിരോധാഭാസം! ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ എല്ലാ ഡയമെൻഷൻസിനെയും കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന, ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് വിശദീകരിക്കുകയല്ല, മറിച്ച് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡീപ് സ്റ്റേറ്റ്. ഇത് ഏകദേശം ഒരു 552 പേജുള്ള ഇന്ത്യയുടെ മുൻ ഇൻ്റലിജൻസ് ബ്യൂറോയിൻ്റെ, IBയുടെ, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള IBയുടെ ഫോമർ ഡയറക്ടറായിട്ടുള്ള മലോയ് കൃഷ്ണ ധാർ എഴുതിയ, MK ധാർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നമ്മൾ വിചാരിക്കുന്ന പല സത്യങ്ങളും സത്യങ്ങളല്ല എന്നും, അതിൻ്റെ ഉള്ളറ രഹസ്യമറിയാവുന്ന ഇന്ത്യയിലെ രഹസ്യ പോലീസിൻ്റെ, IBയുടെ ഏറ്റവും മുകളിലുള്ള കസേരയിലിരുന്ന ആളെന്ന നിലക്ക് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ച ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. എത്രത്തോളം നമ്മുടെ രാജ്യം, നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല ഈ രാജ്യം നയിക്കുന്നത് എന്നും, നമ്മൾ വിചാരിക്കുകയാണ് പാർലമെൻറ്റും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരും MP-മാരും ഒക്കെ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഫ്തുഗു ഡിബേറ്റൊക്കെ ചെയ്തിട്ടാണ് അവസാനം ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല എന്ന് പറയുന്നത് ആരാണ്? എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന, ഇന്ത്യയുടെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന ഒരു ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന മലോയ് കൃഷ്ണ ധാർ എഴുതിയ ഒരു ഭാഗം, അദ്ദേഹത്തിൻ്റെ ആ അധ്യായത്തിലൊരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളത്തിൽ തർജ്ജമ ചെയ്യാം. ബൈ 1986, 1956 ആകുമ്പോഴത്തേക്ക് ധീരുഭായ് അംബാനി was in a position to influence the Indian establishment machinery in an unprecedented way. ആർക്കും ആലോചിക്കാൻ പോലും കഴിയാത്തത്ര വിധത്തിൽ ഇന്ത്യയുടെ പോളിസി ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന വിധത്തിൽ, സ്വാധീനിക്കാവുന്ന വിധത്തിൽ ധീരുഭായ് അംബാനി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഈ പുസ്തകത്തിൻ്റെ ഏകദേശം പകുതിയായിരിക്കുന്നു, 312 പേജാണ്. ഇതിലൊരുപാട് സംഗതികൾ ചർച്ച ചെയ്തതിന് ശേഷമുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് വായിച്ചാൽ നിങ്ങൾ ഞെട്ടുന്ന ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടും.
നിങ്ങൾക്കൊരിക്കലും ആലോചിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ രാജ്യത്തിൻ്റെ ഡിസിഷൻസിനെ സ്വാധീനിക്കാവുന്ന വിധത്തിൽ ധീരുഭായ് അംബാനി വളർന്നു കഴിഞ്ഞിരുന്നു. ഹി ഹാഡ് ഗെയിൻഡ് ഫുട് ഹോൾഡ് ഇൻസൈഡ് ഇന്ദിര അഡ്മിനിസ്ട്രേഷൻ ത്രൂ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റ്സ് ലൈക്ക് പ്രണബ് മുഖർജി and a number of obliging professional bureaucrats headed by Gopi Arora, Nitish Sen Gupta and N.K. Singh. അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തികളായിട്ടുള്ള പ്രണബ് മുഖർജി, അതുപോലെ ഗോപി അറോറ, നിതീഷ് സെൻഗുപ്ത, N.K. സിംഗ്, ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ള കോൺഗ്രസ് നേതാക്കളാണ്. ഇവരെല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. By around 1986, Dhirubhai had understood that India was his for bribing and buying. 956 ആകുമ്പോഴത്തേക്കും അംബാനിക്ക് അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഈ രാജ്യം എൻ്റെ പോക്കറ്റിനുള്ളിലാണ്. ഈ രാജ്യത്തിലുള്ള ഓരോ ഉദ്യോഗസ്ഥനെയും, ഈ രാജ്യത്തുള്ള ഓരോ പൊളിറ്റീഷ്യനെയും എനിക്ക് വാങ്ങാനും ബൈ ചെയ്യാനും ബ്രൈബ് ചെയ്യാനും അവരെ സ്വാധീനിക്കാനും എനിക്ക് കഴിയും എന്ന് അദ്ദേഹത്തിന് തോന്നി. The barriers between his ambition and India's systemic sandburst had totally disappeared. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ ഇന്ത്യയിലുള്ള മറ്റ് ലിമിറ്റേഷൻസും അതൊക്കെ ആ ലിമിറ്റേഷൻസ് ഇല്ലാതായി പോയിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു, അതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. താങ്ക്സ് ടു വില്ലിംഗ് കൊളാബറേഷൻ ഓഫ് സർട്ടൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ്. ചില എന്തിനും പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന പൊളിറ്റീഷ്യൻസിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സംഗതികൾ അതിൽ പറയുന്നുണ്ട്. അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസിക്കകത്ത് ചെയ്തിട്ടുള്ള ചില സംഗതികളെക്കുറിച്ച് അതിന് തൊട്ടുടനെ പറയുന്നുണ്ട്. ഓപ്പൺ സീക്രറ്റ്സ് ഇന്ത്യാസ് ഇൻ്റലിജൻസ് അൺവെയിൽഡ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു രാജ്യം എന്ന അർത്ഥത്തിൽ ഡെമോക്രസി എന്ന് പറയുന്ന ഈ രാജ്യം ഡെമോക്രാറ്റിക് അല്ല, മറിച്ച് കോർപ്പറേറ്റോക്രസിയാണ് ഈ രാജ്യത്തിൻ്റെ ഫിലോസഫി എന്നാണ് നമുക്ക് ഈ IB ഉദ്യോഗസ്ഥൻ്റെ വളരെ സത്യസന്ധനായി ജീവിതത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിന് സത്യം തുറന്നു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്ന അവസരത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരുപാട് സംഗതികൾ ഇതിൽ പറയാനുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇതാണ് ഡീപ് സ്റ്റേറ്റ്. ഈ രാജ്യത്തിൻ്റെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇറ്റ് ഈസ് നോട്ട് ഡെമോക്രസി, ഇറ്റ് ഈസ് കോർപ്പറേറ്റോക്രസി. കോർപ്പറേറ്റ്സ്, ഒരുപറ്റം കോർപ്പറേറ്റ്സ് ഭരിക്കുന്ന രാജ്യത്തെയാണ് ഡെമോക്രസി എന്ന് പോലും പറയുന്നത്. എന്താണ് ഈ ആധുനിക ദേശരാഷ്ട്ര സംവിധാനത്തിൻ്റെ ഘടന? ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളർ കണ്ടിട്ടുണ്ടാവും, US ഡോളർ. ഒരു അബ്രഹാം ലിങ്കന്റെ ഫോട്ടോ ഉണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ആണ്, അവിടെ അബ്രഹാം ലിങ്കന്റെ ഫോട്ടോ ഉണ്ടാവും. അതിൻ്റെ ഒരു മൂലയിൽ ഒരു പിരമിഡ് ഉണ്ട്. പിരമിഡ് എന്തിനാണ് ഈജിപ്തിലുള്ള പിരമിഡ് അമേരിക്കൻ ഡോളറിൽ വരച്ചത് എന്ന് അന്നും ഇന്നും ആളുകൾ ചോദിക്കുന്നു. അതിന് മറുപടി കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ ആ പിരമിഡ് ആണ് അമേരിക്ക വിഭാവന ചെയ്യുന്ന സാമൂഹിക രാഷ്ട്രീയ ക്രമം. 13 സ്റ്റെപ്പുകളുള്ള ഒരു പിരമിഡ്, പക്ഷെ അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അൺകംപ്ലീറ്റഡ് പിരമിഡാണത്. 13 സ്റ്റെപ്സ് ഉള്ള അൺകംപ്ലീറ്റഡ് പിരമിഡ്. അതിൻ്റെ മുകളിൽ ഭാഗം എടുത്തിട്ടില്ല, അത് പൂർത്തീകരിച്ചിട്ടില്ല. പക്ഷെ അവിടെയുള്ളത് ഒരു കണ്ണാണ്. അവിടെ ഒരു കണ്ണാണുള്ളത്. നിങ്ങൾ ആ ഡോളർ നോക്കിയാൽ കാണാൻ സാധിക്കും. എന്താണ് ഈ കണ്ണ്? ദൈവമാണെന്ന് ഒരുപറ്റം ആളുകൾ പറയുന്നു. പക്ഷേ അല്ല, അത് ദൈവമല്ല, മറിച്ച് എല്ലാവരെയും കാണാൻ കഴിയുന്ന ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഈ ഡിബേറ്റ് ഇന്നും അമേരിക്കക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒരു പിരമിഡ് പോലെയാണ് എന്ന് പറഞ്ഞാൽ മുകളിൽ കുറച്ചാളുകളും താഴെ ഒരുപാട് ആളുകളുമുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ക്രമം. അതിന് ഒളിഗാർക്കി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒളിഗാർക്കി. കുറച്ച് പേർ ഒരു രാജ്യത്തെ ഭരിക്കുക, അവർ വിചാരിക്കുന്ന എന്തും നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ക്രമത്തിൻ്റെ പ്രത്യേകത. ഈ രാജ്യത്ത് മുകളിൽ, ഏറ്റവും താഴെ കിടക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. ദിവസം അധ്വാനിച്ച് 100 രൂപയും 200 രൂപയും കൂലി വാങ്ങി അങ്ങനെ ജീവിതത്തോട് മല്ലിട്ട് അവസാനം ജീവിതം കരക്കടുപ്പിക്കുന്ന സാധാരണക്കാരൻ. അതാണ് ആ പിരമിഡിൽ ഏറ്റവും താഴെയുള്ള ഒരു വലിയ വിഭാഗം.
അതിന് മുകളിൽ തൊട്ട് മുകളിൽ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ മിഡിൽ ക്ലാസ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ്. അവർ സാമ്പത്തികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും ഒക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ കടം വാങ്ങേണ്ടതില്ല, അവർ കടം കൊടുക്കാൻ കഴിയാവുന്ന ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള, സാമ്പത്തികമായി കുറച്ച് ഭദ്രതയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അവർ മിഡിൽ ക്ലാസ്. പക്ഷെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു അപ്പർ ടിപ്പുണ്ട്, ഒരു ചെറിയ ഒരു മോൾ ഭാഗം ഈ പിരമിഡിൻ്റെ മുകളിൽ. അത് ഇന്ത്യയിലെ 2.5% വരുന്ന ജനങ്ങളല്ല 2.5% വരുന്ന എലീറ്റ്. അവരെക്കുറിച്ച് നമ്മൾ എലീറ്റ് എന്നാണ് പറയുക. അത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഡീപ് സ്റ്റേറ്റ്. 4 വിഭാഗമാണ് ഈ ഡീപ് സ്റ്റേറ്റ് കംപ്രൈസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ്സ് ആണ്, വൻകിട കച്ചവടക്കാർ. രണ്ടാമത്തേത് ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന IB എന്ന് പറയുന്ന ലോകത്തെമ്പാടും, ലോകത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലോകത്തെ മൊത്തത്തിലുള്ള രഹസ്യ പോലീസാണ് രണ്ടാമത്തേത്. ജനങ്ങളുടെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയാവുന്ന ഇതിനേക്കാൾ വലിയ ഒരു എന്റർപ്രൈസ്, ഇതിനേക്കാൾ വലിയൊരു സ്ഥാപനം ലോകത്ത് നിലനിൽക്കുന്നില്ല. IB അവർ പറയാണ് ഇന്ന് സെക്യൂരിറ്റി സ്റ്റേറ്റ്, ഇന്ന് നമ്മുടെ രാജ്യത്തെ സെക്യൂരിറ്റി പെർസെപ്ഷൻ അത് ഇന്ന് ചുവപ്പാണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിങ്ങളുടെ ശരീരം മുഴുവൻ തപ്പും, എല്ലാ സ്ഥലത്തും ഫ്രിസ്കിംഗ് ഉണ്ടാവും. നിങ്ങൾ സാധാരണ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഫ്രിസ്കിംഗ് ആണെങ്കിൽ അത് IB പറയാണ് ഇന്ന് സെക്യൂരിറ്റി പെർസെപ്ഷൻ കുറച്ച് ത്രെറ്റ് പെർസെപ്ഷൻ കുറച്ച് അധികമാണ് എന്ന് പറഞ്ഞാൽ അന്ന് 3 സ്ഥലത്ത് നിങ്ങളുടെ ശരീരം കാണിച്ചു കൊടുക്കണം. അവരെല്ലാം പരിശോധിക്കും. അത് ചെയ്യുന്നതോടുകൂടി 3 പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി ഒരാൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നും. ഈ വിഭാഗം ഭീകരവാദികളും തീവ്രവാദികളും എന്നൊക്കെ പറഞ്ഞടക്കുന്ന ഇന്ത്യയിലെ ഒരുപറ്റം ആളുകളെക്കുറിച്ച് വല്ലാത്ത വെറുപ്പ് തോന്നും. അതൊന്നും പറയേണ്ടതില്ല, അത് അങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ കഴിയാവുന്ന ഇതിനേക്കാൾ വമ്പിച്ച സ്വാധീനമുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലും ലോകത്തും നിലനിൽക്കുന്നില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന MIC എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളാണ് ആയുധ നിർമ്മാതാക്കൾ. ഈ ആയുധ നിർമ്മാതാക്കളും മിലിറ്ററിയും ഇന്റലിജൻസും എല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ കാണാത്തൊരു ലോകം പണിതിട്ടുണ്ട്. ആ ലോകത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞാൽ MIC എന്ന് പറയുന്നത്, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. നാലാമത്തേത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇതും ഒരു ഡീപ് സ്റ്റേറ്റ് ആണ്. ഈ 4 വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ച പൂർത്തിയാവുന്നില്ല. ഇത് ഓരോന്നിനെക്കുറിച്ചും ഓരോ മണിക്കൂർ സംസാരിച്ചാലും തീരാത്തത്ര വളരെ വിശദമായിട്ട് ഇവരുടെ ഇടപെടലിനെ കുറിച്ച്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഇടപെടുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ അത്രയും സംസാരിക്കേണ്ടതുണ്ട്. അത്രക്ക് അതിൽ പറയേണ്ടതായിട്ട് ഒരുപാടുണ്ട്. നേരത്തെ പറഞ്ഞു കോർപ്പറേറ്റ്സ്, ഇന്ത്യയിലെ അംബാനിയും അതുപോലെ അഡാനിയും ഇന്ത്യയിലെ ഒരു പറ്റം ആളുകൾ ഇന്ന് രാജ്യത്തിൻ്റെ പോളിസി തീരുമാനിക്കുന്നുവെന്ന്. ഇവരുടെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മുതലാളിമാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവില്ല. ലോകത്ത് ഏറ്റവും പണമുള്ള 60 പേർ ഒരു ഭാഗത്തും, ലോകത്തുള്ള 6 ബില്യൺ ജനങ്ങളുടെ വരുമാനം മറുഭാഗത്തും വെച്ചാൽ അത് ഈക്വലാണ്. ഇന്ന് 2015 ഫോബ്സിന്റെ ഡാറ്റയാണ്. ലോകത്തെ ഏറ്റവും വൻകിടക്കാരായ 60 പേർ, 60 ദ മോസ്റ്റ് റിച്ചസ്റ്റ്, അവരുടെ സമ്പത്ത് തുലാസിന്റെ ഒരു ഭാഗത്തും ബാക്കി ലോകത്തെ 6 ബില്യൺ ജനങ്ങളുടെ സമ്പത്ത് മറുഭാഗത്തും വെച്ചാൽ ഇത് രണ്ടും ഒന്നാണ്, ഈക്വലാണ്. ഇത്രക്ക് അസന്തുലിതത്വം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലുള്ള പൈസയുടെ അളവ് മനസ്സിലാക്കാൻ നമുക്ക് ആ നമ്പർ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അത്രക്ക് വലുതാണ് നമ്പർ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല, നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ് അവരുടെ വരുമാനം. അതുകൊണ്ട് മനസ്സിലാവുന്ന മറ്റൊരു പാരാമീറ്റർ ഞാൻ അവതരിപ്പിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ GDP ഉള്ള, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന GDP ഉള്ള രാഷ്ട്രങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും, ഇത് രണ്ടും ഒരുമിച്ചാക്കിയിട്ട് ഒരു ആദ്യത്തെ 100 നമ്മൾ എൻലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ലോകത്തെ ഹയസ്റ്റ് GDP ഉള്ള രാഷ്ട്രങ്ങളും കമ്പനികളും ഒരൊറ്റ ലിസ്റ്റിൽ നമ്മൾ അണിനിരത്തുകയാണെങ്കിൽ 2011 കണക്കാണ്. ഏറ്റവും ആദ്യം വരുന്നത് രാഷ്ട്രമല്ല, മറിച്ച് കമ്പനിയാണ്. ഏതാ കമ്പനി എന്ന് പറയാൻ പറ്റുമോ ഇവിടെയുള്ള ആർക്കെങ്കിലും? നിങ്ങൾ ഊഹിച്ചാൽ ഒരിക്കലും ആ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം ആ കമ്പനി ഡീപ് സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഡീപ്പസ്റ്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഒരിക്കലും ചർച്ചയിൽ പോലും വരാത്ത ഒരു കമ്പനിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കമ്പനി. ഇതൊരു ഹോളല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളെ കേൾക്കാൻ സാധിക്കില്ല. ആ കമ്പനിയുടെ പേര് എക്സോൺ മോബിൽ എന്നാണ്. എക്സോൺ മോബിൽ കേട്ടിട്ടുണ്ടോ? EXON MOBIL. ഈ എക്സോൺ മോബിൽ എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന, രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ വരുമാനമുണ്ടാക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനി. ഇനി മൊത്തം ലിസ്റ്റിൽ 100 പേരിൽ, ഈ 100 രാഷ്ട്രങ്ങളും കമ്പനികളുടെയും ലിസ്റ്റിൽ 51 കമ്പനികളാണ്, 49 രാഷ്ട്രങ്ങളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ വരുമാനമുണ്ടാക്കുന്നത് കമ്പനികളാണ്. ഈ കമ്പനികൾക്കാകട്ടെ പിന്നിലുള്ള CEOs, അതുപോലെ അതിൻ്റെ മുതലാളിമാർ ഉണ്ടാക്കുന്ന വരുമാനത്തെക്കുറിച്ച് നിങ്ങൾ നോക്കിയാൽ, അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ സെയ്ത്ത് ഗെയ്സ്റ്റ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി ഉണ്ട്, അത് കണ്ടാൽ മതി. അവർ അനുഭവിക്കുന്ന, അവർക്ക് കിട്ടുന്ന വെൽത്തിൻ്റെ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ വെൽത്ത് ഒരു ഭാഗത്ത് വെക്കട്ടെ, പക്ഷേ അവരുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എക്സോൺ മോബിൽ എന്ന് പറയുന്ന കമ്പനിയുടെ വരുമാനം കഴിഞ്ഞിട്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വരുമാനമെങ്കിൽ ആ കമ്പനിക്ക് ഉള്ള വാർഷിക ബജറ്റ് എത്രയായിരിക്കും? വരുമാനമാണ് കേട്ടോ, അതിൻ്റെ ലാഭമാണ്. അതിൻ്റെ വാർഷിക ബജറ്റ് എത്രയായിരിക്കും? ആ കമ്പനി ഒരു രാഷ്ട്രത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്, അതിൻ്റെ ലാഭം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു രാഷ്ട്രത്തെ അങ്ങനെ തന്നെ വാങ്ങാനുള്ള സമ്പത്ത് അതിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടല്ലേ അതിൻ്റെ അകത്തുള്ള പൊളിറ്റീഷ്യൻസിനെയും പോളിസി മേക്കേഴ്സിനെയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞ മുകേഷ് അംബാനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ മുകേഷ് അംബാനിയാണ്. ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും തന്നെ മുകേഷ് അംബാനിയുടെ പേര് പറയാതിരിക്കുക സാധ്യമല്ല. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ തന്നെ അരവിന്ദ് കെജ്രിവാളും പ്രശാന്ത് ഭൂഷണും ചേർന്നുകൊണ്ട് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ അവർ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ അടിസ്ഥാനപരമായ തീരുമാനം, പെട്രോളിൻ്റെ ദാം, അതിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും, അന്നവരായിരുന്നല്ലോ ഗവൺമെൻറ്, അവരല്ല, മറിച്ച് മുകേഷ് അംബാനിയുടെ ഓഫീസിൽ നിന്നാണ് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഓരോരുത്തരുടെയും വരുമാനത്തെയും എക്സ്പെൻഡിച്ചറിനെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാനപരമായ തീരുമാനമുണ്ടാവുന്നത് മുകേഷ് അംബാനിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് കാര്യകാരണ സഹിതം, തെളിവുകൾ സഹിതം അദ്ദേഹം ആ പ്രസ് കോൺഫറൻസിൽ വെച്ച് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഈ മുകേഷ് അംബാനിയും ഈ പറയുന്ന അഡാനിയും 4-5 ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് ഇന്ത്യയിലുള്ള മുഴുവൻ മീഡിയകളെയും കൈക്കലാക്കിയിരിക്കുന്നു. മീഡിയ, ഡെമോക്രസി എന്ന് പറയുന്ന രാഷ്ട്രീയ ക്രമത്തിൻ്റെ 4th പില്ലർ എന്നറിയപ്പെടുന്ന മീഡിയ, ആ മീഡിയ സ്വതന്ത്രമായിരിക്കണമെന്നുള്ളതാണ് ഡെമോക്രസിയുടെ സ്പിരിറ്റ്. നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ഒരു കമ്പനി, നെറ്റ്വർക്ക് 18, ആ കമ്പനി ഇന്ത്യയുടെ 50% വരുന്ന മീഡിയകളുടെ ഉടമസ്ഥത അവർക്കാണ്. അവരുടെ കീഴിലാണ് ഇന്ത്യയിലെ മേജർ മീഡിയകൾ മുഴുവനുള്ളത്. ആ മീഡിയ ഒന്നടങ്കം 5000 കോടി രൂപക്ക്, 5000 കോടി രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതൊന്നും നമുക്കറിയില്ല. അത് നമ്മളിപ്പോൾ ഇവിടെ നിരത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഗ്രൗണ്ട് ഫുൾ നിറയും. ആ അത്രയും പൈസ കൊടുത്തിട്ട് നെറ്റ്വർക്ക് 18 എന്ന് പറയുന്ന ആ കമ്പനിയെ മുഴുവൻ വിലക്ക് വാങ്ങി. ആര്? മുകേഷ് അംബാനി. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? തൊട്ടുടനെ തന്നെ നെറ്റ്വർക്ക് 18-അകത്തുള്ള മേജർ ചാനലുകളിലുള്ള മുഴുവൻ ആളുകളും രാജിവെച്ചു. ആദർശമുള്ള ആളുകളൊക്കെ രാജിവെച്ചു. കാരണം ഇതോടുകൂടി നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നിട്ട് നെറ്റ്വർക്ക് 18 എന്താണോ പറയുന്നത് അത് മാത്രമേ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സാധാരണ പത്രമായിട്ടുള്ള, ഏറ്റവും ലോക്കൽ പത്രമായിട്ടുള്ള സുദിനമായിരുന്നാലും, രാഷ്ട്രദീപികയായിരുന്നാലും, ഏത് ചെറിയ 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 പത്രങ്ങളായിരുന്നാലും, നമ്മുടെ നാട്ടിലുള്ള ഡെയിലി ന്യൂസ്, ഉച്ചക്ക് വരുന്ന ബുള്ളറ്റിൻസ്, അതിൽ പോലും അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി നിർണ്ണയിക്കുന്നത് നെറ്റ്വർക്ക് 18 ആണ്. ആ ഏജൻസിയിൽ നിന്ന് വരുന്ന വാർത്തയുടെ മുന അനുസരിച്ചാണ്
ഇന്ത്യയിലുള്ള എല്ലാ ലോക്കൽ മീഡിയ, പ്രിന്റ് ആവട്ടെ ഇലക്ട്രോണിക് ആകട്ടെ, എല്ലാത്തിൻ്റെയും ദിശ നിർണ്ണയിക്കുന്നത് നെറ്റ്വർക്ക് 18-ലൂടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ അപകടം. ഒരു ദിവസം കൊണ്ട് ഈ രാജ്യത്തെ ഭരിച്ച 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഡെവിളായിട്ട് മാറുകയാണ്, ഒരു വില്ലനായിട്ട് മാറുന്നു. തൊട്ടടുത്ത ദിവസം ആർക്കും അധികം അറിയാത്ത, ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ മാത്രം അറിയാവുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലെ ഒരു വലിയ ഐക്കോണിക് ഫിഗറായിട്ട് മാറുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇനി മുകേഷ് അംബാനി വിചാരിക്കുകയാണെങ്കിൽ വെറും 5-6 ദിവസം കൊണ്ട് ഈ ഒരു ഐഡിയലിനെ പൊളിച്ച് മറ്റൊരു ഐഡിയലിനെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ഡെമോക്രസി. മാനുഫാക്ചറിങ് കൺസെന്റ് എന്നാണ് അതിനെക്കുറിച്ച് പി സായിനാഥ് എഴുതിയത്. ഏകാഭിപ്രായം മാനുഫാക്ചർ ചെയ്യാണ്, ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഏകാഭിപ്രായത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന മീഡിയകൾ, ആ മീഡിയകളാണ് ഇന്ന് വാഴുന്നത്. പക്ഷെ ആ മീഡിയ വെറും സ്വതന്ത്ര മീഡിയ അല്ല, മറിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളുള്ള മീഡിയകളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മീഡിയ എസ്റ്റാബ്ലിഷ്മെന്റും ഓരോ വൻകിട ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു പാർട്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന മീഡിയ. അങ്ങനെ ഓരോ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും അധിപന്മാർ ഇന്ത്യയിലെ മീഡിയകളെ മുഴുവൻ കൈക്കലാക്കുക എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് പത്രം എല്ലാ ദിവസവും വായിക്കാത്ത ഒരാളാണ്. പത്രം വായിക്കാറില്ല. കാരണം പത്രത്തോടുള്ള എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പത്രം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്ന സത്യമെന്ന് പറയുന്ന മിക്കവാറും അസത്യങ്ങളാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഇന്നലെ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടന്നത് എന്ന് നിങ്ങൾക്ക് ഈ പത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന തെറ്റിദ്ധാരണയിലാണല്ലോ രാവിലെ എണീറ്റ ഉടനെ ചായ കുടിക്കുമ്പോൾ നമ്മൾ പത്രം വായിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല വാസ്തവം. ഈ പത്രങ്ങളിൽ നിങ്ങൾ കാണുന്ന വാർത്തയല്ല ഇന്നലെ നടന്നത്. ഇന്നലെ എന്തൊക്കെ നടന്നിട്ടുണ്ട്? There were millions of events throughout the globe. ലോകത്തെമ്പാടും ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പത്ര പോളിസിക്ക് അനുഗുണമായിട്ടുള്ള ചില സംഗതികൾ അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാണ്. അവർ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുകയാണ്. ആ എടുത്ത വാർത്തകൾ മാത്രമാണ് നിങ്ങൾ വായിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലോനി എന്ന് പറയുന്ന പ്രദേശത്ത് 4 ഭീകരവാദികളെ പിടികൂടി. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന, ഇറാഖ് സിറിയയിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ISIS, അതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 4 യുവാക്കളെ പിടിച്ചു എന്നാണ് വാർത്ത. 4 യുവാക്കളെ പിടിച്ചു. അവരുടെ പേര് അബ്ദുറഹ്മാൻ, ഒബ്വിയസ്ലി അബ്ദുറഹ്മാൻ, അബ്ദുള്ള, യൂസുഫ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേരുകൾ. ഇത് ഫ്രണ്ട് പേജിൽ, ഹിന്ദുസ്ഥാൻ ടൈംസിലെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു. എല്ലാ പത്രത്തിലും, ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇന്ത്യൻ എക്സ്പ്രസിലും എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഈ വാർത്ത വന്നു. പക്ഷേ അതേ ദിവസം തന്നെ അത് ഒരു കോൺസ്പിറസി കേസായിരുന്നു. ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ കോൺസ്പയർ ചെയ്തു. ലോനിയിലുള്ള അറ്റാക്കിനെ കുറിച്ച്, ലോനിയിലുള്ള അറസ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഗൂഢാലോചന ചെയ്തു എന്നാണ്. പക്ഷെ അതേ ദിവസം തന്നെ ആന്ധ്രയിൽ 5 പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ച ഒരു നെക്സൽ അറ്റാക്ക്, കോട്ട് ആൻഡ് കോട്ട് നെക്സൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ച 5 പോലീസ് ഉദ്യോഗസ്ഥരെ വധിച്ച ഒരു വലിയ ഭീകരാക്രമണം എന്ന് പറയരുതല്ലോ. കാരണം ഭീകരാക്രമണം എന്ന് പറയുന്ന പേര് ചില സമുദായത്തിന് മാത്രമേ ബാധകമാവുകയുള്ളൂ. അപ്പോൾ നെക്സൽ ആക്രമണം, ആ ആക്രമണത്തിലൂടെ 5 പോലീസുകാർ മരണപ്പെട്ടു. അത്രയും വലിയ സംഭവമാണ്. പക്ഷെ അത് ഈ പറയുന്ന ലോനിയിലുള്ള ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്ത ദിവസം ആ വാർത്ത വന്ന ആ പത്രത്തിൽ അതിനേക്കാൾ ബാനർ ഹെഡിങ് ആയിട്ട് വരേണ്ടതായിരുന്നു. കാരണം ഇത് വെറും ഒരു കോൺസ്പിറസിയാണ്. ഈ കുട്ടികൾ ചെയ്തത് വെറും ഗൂഢാലോചനയാണ്. അതിൻ്റെ പേരിൽ, സംശയത്തിൻ്റെ പേരിൽ പൊക്കിയതാണ്. പക്ഷേ മറുഭാഗത്ത് നടന്നത് 4 പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം നടന്ന സംഭവത്തെ ഇന്ത്യയിലുള്ള പത്രമാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഞാനത് പരമാവധി പരതാൻ നോക്കി. അതിൽ കണ്ടത് ഹിന്ദുസ്ഥാൻ ടൈംസിലെ 12ാമത്തെ പേജിൽ ഏറ്റവും താഴെ ഒരു ചെറിയൊരു കോളം വാർത്ത കണ്ടു. ഇത്രയും വലിയൊരു സംഭവം നടന്നു. ഇതാണ് മീഡിയകൾ നമ്മുടെ മുമ്പാകെ കാട്ടുന്ന കൺകെട്ട് വിദ്യ. ഉള്ള സംഗതിയെ ഇല്ലായ്മ ചെയ്യാനും ഇല്ലാത്ത സാധനത്തെ ഉണ്ടാക്കാനും ഒക്കെ മീഡിയക്ക് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഇസ്ലാമിക ഭീകരത എന്ന് കേൾക്കാത്ത ആരും 2001 ശേഷം ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടാവില്ല. ഇസ്ലാമിക ഭീകരതയാണ് ലോകത്തെ ഏറ്റവും വലിയ സമസ്യ
എന്ന് തെറ്റിദ്ധരിച്ച് മരിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കാലത്ത് ഉണ്ട്. പക്ഷേ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് നിങ്ങളൊന്ന് നോക്കണം. ഇത് മീഡിയയിലൂടെയാണല്ലോ നമ്മുടെ മുമ്പാകെ വരുന്നത്. ഇന്നലെ ക്വിൻറ്റ് QUINT എന്ന് പറയുന്ന ക്വിൻറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ ജനറേഷൻ മീഡിയ ഉണ്ട്. ആ മീഡിയയിൽ ഞാൻ പറയുന്ന ഈ പോയിന്റ് പറ്റുമെങ്കിൽ കുറിച്ച് എഴുതിയിട്ട് വീട്ടിൽ പോയിട്ടൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യണം. എല്ലാവരുടെ ആൻഡ്രോയിഡ് ഫോണും സ്മാർട്ട് ഫോണും ഉള്ളതാണല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ദ ക്വിൻറ്റ് ഇർഷാദ് അലി എന്നടിച്ചാൽ, ടെററിസം എന്നടിച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ കിട്ടും. 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ. ആ 8 മിനിറ്റിനകം തന്നെ ഒരു ഭൂലോകം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇസ്ലാമിക ഭീകരത എന്ന സകല മീഡിയകളിലും പറയുന്ന ഈ സാധനത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വരെ പറയാനില്ല. അമേരിക്കയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മാരിലാൻഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ അമേരിക്കയുടെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന അവിടുത്തെ ഹോം മിനിസ്ട്രി ഉണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് തയ്യാറാക്കുന്ന ഒരു വലിയ ഡാറ്റാബേസാണ് ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ്, GTD എന്ന് പറയുന്നത്, ഗ്ലോബൽ ടെററിസം ഡാറ്റാബേസ്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടത് ഇസ്ലാമിക ഭീകരത എന്നാണല്ലോ. പക്ഷേ ഈ ഇസ്ലാമിക ഭീകരത എന്ന് നമ്മൾ മീഡിയയിൽ കാണുന്ന ഈ സാധനം യഥാർത്ഥത്തിൽ എത്രയുണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് തിരയണമെങ്കിൽ നിങ്ങൾക്ക് തിരയാനുള്ള എംപിരിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ മാത്രമാണ്. നിങ്ങൾ അതിനകത്ത് ഒരു എക്സൽ ഷീറ്റിൽ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണം 2001 ജനുവരി 1 മുതൽ 2014 ഡിസംബർ 31 വരെയുള്ള മുഴുവൻ ആക്രമണവും നിങ്ങൾക്കൊരു ക്ലിക്ക് ഓഫ് എ ബട്ടണിൽ എക്സൽ ഷീറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് ഓഫ് അറ്റാക്ക്, ഡിസ്ക്രിപ്ഷൻ ഓഫ് അറ്റാക്ക്, ആരാണ് പെർപെട്രേറ്റേഴ്സ്, ആരാണ് ഇത് ചെയ്തത് ഗവൺമെന്റിന്റെ അഭിപ്രായ പ്രകാരം, അതുപോലെ എന്ത് വെപ്പനാണ് അവർ ഉപയോഗിച്ചത്, അവർ എത്ര പേരെ കൊന്നു, എത്ര പേർക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെയുള്ള വിശദമായ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു വലിയ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ സാധനത്തെക്കുറിച്ച് ആർക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യമല്ല. കാരണം ആ എക്സൽ ഷീറ്റിലുള്ള ഡാറ്റാബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഡാറ്റയും ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് പല വ്യത്യസ്തങ്ങളായ സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഡേറ്റും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആ സമയത്ത് എത്ര പേർ മരിച്ചു, എവിടെയാണ്, ഈ പറയുന്ന ഡാറ്റ കറക്റ്റാണോ എന്നൊക്കെ നിങ്ങൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഇസ്ലാമിക ഭീകരാക്രമണം എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ജിജ്ഞാസ എനിക്കുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു 2-3 ദിവസം ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയ വിവരം ഞെട്ടിക്കുന്നതാണ്. ആരുടെയും കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് പുറത്തേക്ക് വന്നത്. 5825 അറ്റാക്കുകളാണ് ഇന്ത്യയിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് നടന്നത്. എത്ര? 5825 അറ്റാക്കുകൾ. ഇതിൽ 100-ൽ താഴെയുള്ള അറ്റാക്കുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പത്രത്തിൽ വായിച്ചതായിട്ട് നമ്മൾ ഓർക്കുന്നുള്ളൂ. 100 ഉണ്ടാവില്ല, ഒരു 50-60 ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആകെ മൊത്തം ഭീകരാക്രമണങ്ങൾ 5825 ആയിരുന്നു. ഇതിനകത്ത് ഇന്ത്യൻ ഹോം മിനിസ്ട്രിയുടെ കണക്ക് പ്രകാരം ഭീകര സംഘടനകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. 1 ഇസ്ലാമിക ഭീകരത, 2 ഇടതുപക്ഷ ഭീകരത, 3 വിഘടനവാദം, 4മത്തേത് മറ്റുള്ളവ. ഈ 4 വിഭാഗത്തിലേക്ക് ഈ 5825 ഓരോന്നായിട്ട് നിങ്ങൾ ഇട്ടാൽ, കാരണം പെർപെട്രേറ്റേഴ്സ് ആരാണ് ഇത് ചെയ്തത് എന്നതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഹോം മിനിസ്ട്രി റെക്കോർഡ്സ് പ്രകാരം 4ആയിട്ട് നിങ്ങൾ വേർതിരിച്ചാൽ ഇതിൽ ഇടതുപക്ഷ ഭീകരത ഗവൺമെന്റിന്റെ വാദപ്രകാരം, ഞാൻ വിത്തിൻ കോട്ട്സ് ആണ് പറയുന്നത്, ഇടതുപക്ഷ ഭീകരത എത്രയുണ്ട്, ഇസ്ലാമിക ഭീകരത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 42%. നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, തീർച്ചയായിട്ടും കഴിഞ്ഞ 15 വർഷമായിട്ട് ഇസ്ലാമിക ഭീകരത തന്നെയായിരിക്കും. ഒരു 90% ഉണ്ടാവാന്നല്ലേ, ഒരു 90% ഇസ്ലാമിക ഭീകരതയായിരിക്കും ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ ഡീപ് സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തെ ഡീപ് സ്റ്റേറ്റ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ 42% ഇടതുപക്ഷ ഭീകരത വിത്തിൻ കോട്ട്സ്. ഞാൻ പറയുന്നത് ഗവൺമെന്റ് നാമാവലിയാണ്, ഞാൻ പറയുന്ന നാമമല്ല അത്. ഇടതുപക്ഷ ഭീകരത 42%, 35% മറ്റുള്ളവ. അതിൽ 90% ആരാണെന്നറിയില്ല, അൺനോൺ ആണ്. അതിൽ അൺനോൺ എഴുതി കാണാം, പെർപെട്രേറ്റേഴ്സ് അൺനോൺ. മറ്റുള്ളവ 35%, 22% വിഘടനവാദികൾ, 42, 35, 77. വിഘടനവാദം 22, 99ആയി. ബാക്കി വരുന്ന
0.93% ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷമായിട്ടുണ്ടായിരുന്നത് എന്നത് അമേരിക്കയുടെ ഡാറ്റാബേസിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം വെച്ചിട്ടുണ്ടാക്കിയ ഡാറ്റാബേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഈ പത്രമൊക്കെ കളവ് പറയുകയായിരുന്നോ? അല്ല, കളവ് പറയുകയായിരുന്നില്ല. മറിച്ച് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കി ഈ രാജ്യത്തിനകത്ത് ചില കലക്റ്റീവ് കോൺഷ്യൻസ്, ചില മാനുഫാക്ചറിങ് കൺസെൻറ്റ്, ഏകാഭിപ്രായം ഉൽപ്പാദിപ്പിക്കുന്ന പണി യഥാർത്ഥത്തിൽ ഈ ഡീപ് സ്റ്റേറ്റ് നിർവഹിക്കുകയായിരുന്നു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ചില ഭീകരാക്രമണങ്ങളുടെ കഥ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമായിട്ടുള്ള പാർലമെന്റ് അറ്റാക്കിൽ അഫ്സൽ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തൂക്കിലേറ്റുകയുണ്ടായി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 13 ഡിസംബർ 2001 സംഭവം നടന്നത്. പക്ഷേ അഫ്സൽ ഗുരു കൂടെ അദ്ദേഹത്തിൻ്റെ ബയാനുകളിൽ 313 സ്റ്റേറ്റ്മെൻറ്റിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കൂടെ ഞാനൊരു പോലീസ് ഇൻഫോമർ ആയിരുന്നു എന്ന്. അഫ്സൽ ഗുരു പറയാണ്, ഐ വാസ് എൻ ഇൻഫോമർ, ഞാനൊരു മുഖ്ബിർ ആയിരുന്നു. ഞാൻ അവിടെയുള്ള STF എന്ന് പറയുന്ന ഒരു വിഭാഗം രഹസ്യ പോലീസിൻ്റെ അവിടെയുള്ള ഏറ്റവും ദുഷ്പേര് കിട്ടിയിട്ടുള്ള, ലോകത്തെമ്പാടും വിമർശിക്കപ്പെട്ടിട്ടുള്ള 10,000-കണക്കിന് യുവാക്കളെ ആക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള STFിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ഞാൻ മുഖ്ബിറായിട്ട് പണിയെടുക്കുകയായിരുന്നു. ആ മനുഷ്യനാണ് ഒരു ദിവസം എന്നോട്, ആ വലിയ കഥ ഞാൻ ചെറുതാക്കിയിട്ട് ഹിൻഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതിൻ്റെ കഥ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അഫ്സൽ ഗുരു ദ റിയൽ സ്റ്റോറി ഓഫ് അഫ്സൽ ഗുരു എന്ന് എഴുതിയാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് കിട്ടും. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ അയാളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം എന്തോ ഒരു പുണ്യാളനായിട്ട് അവതരിപ്പിക്കാനല്ല ഞാനീ പറയുന്നത്. അദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ അഫ്സൽ ഗുരു പറയുന്നത്, ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നോട് മുഹമ്മദ് യാസീൻ എന്ന ഒരു ഭീകരവാദിയെ കശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആജ്ഞാപിച്ചത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് എന്താണെന്ന് ചോദിച്ചാൽ പാർലമെന്റ് ആക്രമണത്തിൽ ഡയറക്റ്റ്ലി പങ്കെടുത്തു എന്നുള്ളതല്ല. അദ്ദേഹം അവിടെ തോക്കുവെക്കാനോ ബോംബിടാനൊന്നും പോയിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ആരോപിക്കപ്പെടുന്നത് അദ്ദേഹം മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ഈ 5 ആക്രമണകാരികളിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് യാസീനെ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു എന്ന ആരോപണമാണ് അദ്ദേഹത്തെ തൂക്ക് കയറിലേക്ക് എത്തിച്ചത്. ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ വേണ്ടി, മുഹമ്മദ് യാസീനെ കൊണ്ടുപോകാൻ വേണ്ടി ആജ്ഞാപിച്ചത് STFിനകത്തുള്ള ഈ പറയുന്ന പോലീസ് വിഭാഗത്തിലുള്ള ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മുഹമ്മദ് യാസീനെയും കൂട്ടിയിട്ട് നീ ഒന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവിടണമെന്ന് പറഞ്ഞത്. ഡിസംബർ 13 ആക്രമണം നടന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് ആജ്ഞാപിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇയാൾ അറിയില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, കൊണ്ടുവിട്ടാൽ മതി, ഞാൻ പറയുന്ന ഉത്തരവാദിത്തം നിർവഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവിട്ടു. തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തെ STFകാർ പിടിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ കൊണ്ടുവിട്ട മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വ്യക്തി പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്തു, അതുകൊണ്ട് നീ തീവ്രവാദികളെ സഹായിച്ചു എന്ന പേരിൽ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് ഈ അഫ്സൽ ഗുരുവിനെ അറസ്റ്റ് ചെയ്തു. ഇതാണ് അഫ്സൽ ഗുരുവിന്റെ വേർഷൻ. ഈ വേർഷൻ കേട്ടതിന് ശേഷം ഇന്ന് വരെ ഒരു പത്രപ്രവർത്തകൻ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോയിട്ട് തേടുകയോ അദ്ദേഹം ആരാണെന്ന് അന്വേഷിക്കാനോ അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രയത്നവും ഇന്നേ വരെ നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒരു സിവിൽ സൊസൈറ്റിയും, ഉത്തരവാദപ്പെട്ട വലിയ സിവിൽ സൊസൈറ്റിയും ഇതിനെക്കുറിച്ച് ഒരു മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതേസമയം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹാർപ്പർ കോളിൻസ് പോലും, പെൻഗ്വിൻ ബുക്സ്, ഹാർപ്പർ കോളിൻസ് ഉൾപ്പെടെയുള്ള ഏറ്റവും ലീഡിംഗ് മെയിൻ സ്ട്രീം പബ്ലിഷേഴ്സ് ഇത് പബ്ലിഷ് ചെയ്ത് ഇന്നും വിൽക്കുന്നുണ്ട്. ദേവീന്ദർ സിംഗിന്റെ കഥകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന കോടതി രേഖകളിലെല്ലാം അത് പുനഃപ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പ്രൊഫസർ നിർമ്മലാംശു മുഖർജി എഴുതിയ പുസ്തകമുണ്ട്, ടെറർ ഓവർ ഡെമോക്രസി. അഡ്വക്കേറ്റ് നന്ദിത ഹക്സർ എഴുതിയ ഹാങ്ങിങ് അഫ്സൽ, ഫ്രെയിമിംഗ് ഗീലാനി, പാട്രിയോട്ടിസം അറ്റ് ദ ടൈം ഓഫ് ടെറർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിലെല്ലാം തന്നെ ഈ വസ്തുതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് ആരും, ദേവീന്ദർ സിംഗ് ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്കകത്തുള്ള ഒരു പട്ടാളക്കാരനാണ് പാർലമെന്റ് ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തത് എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. മാലേഗാവ് സ്ഫോടനത്തിന്റെ കഥകൾ വിവരിക്കുന്ന 3500ഓളം പേജുള്ള ഒരു ചാർജ് ഷീറ്റുണ്ട്.
ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ചാർജ് ഷീറ്റ് തയ്യാറാക്കിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന, അഭിനവ് ഭാരത് എന്ന് പറയുന്ന ഒരു സംഘ് അനുകൂല സംഘടന, ആ സംഘ് നേരിട്ട് പറഞ്ഞുകൂടാ, അതൊരു ഹിന്ദുത്വ സംഘടനയാണ്, അതൊരു വർഗീയ സംഘമാണ്, അങ്ങേയറ്റം മിലിറ്റന്റ് ആയിട്ടുള്ള ഒരു സംഘമാണ്. ആ സംഘം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് അവർ രഹസ്യയോഗം ചേർന്നു. ആ രഹസ്യയോഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകളാണ് ആ ചാർജ് ഷീറ്റിൻ്റെ 66-67 പേജുകളിലൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് കാണാൻ സാധിക്കും. ചാർജ് ഷീറ്റൊക്കെ പുറത്തേക്ക് വന്നതാണ്, പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചാണ്. പിന്നെ ആ പുസ്തകം നിങ്ങൾക്ക് ദ സൺ ഓഫ് ഗോൾവാൾക്കർ എന്ന് പറയുന്ന പുസ്തകത്തിന് എക്സാക്ട് പേര് അതല്ല, നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഫറോസ് പബ്ലിക്കേഷനാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ചാർജ് ഷീറ്റിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് അവരുടെ യോഗത്തിൽ, അഭിനവ് ഭാരതിൻ്റെ യോഗത്തിൽ പ്രഗ്യാസിംഗ് ഠാക്കൂറും അതുപോലെ കേണൽ പുരോഹിത്തും അതുപോലെ സ്വാമി അസീമാനന്ദനും ഡോക്ടർ RK സിംഗും ഒക്കെ ചേർന്നുകൊണ്ടൊരു യോഗം ചേരുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ത്യക്കകത്ത് ഇസ്ലാമിക ഭീകരതയുടെ പേരിൽ ആക്രമണം നടത്തുവാൻ വേണ്ടി നമുക്ക് അമേരിക്കയിൽ നിന്ന് സഹായം ലഭിക്കും എന്ന് അമേരിക്ക നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരുമായിട്ട് യോഗം ചേർന്നു, അവരത് പറഞ്ഞുവെന്ന് അവർ തന്നെ പറയുന്ന വീഡിയോ റെക്കോർഡ്സ് ട്രാൻസ്ക്രിപ്റ്റായിട്ട് ചാർജ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ പറയുകയാണ്, ഇസ്രായേലുമായിട്ട് തെൽ അവീവുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ തെൽ അവീവ് പറഞ്ഞത്, നിങ്ങൾക്ക് സാമ്പത്തിക സഹായവും അതുപോലെ ബോംബ് നിർമ്മിക്കുവാനുള്ള ലോജിസ്റ്റിക്സും ഒക്കെ നമ്മൾ തരാം, ഇസ്രായേൽ തരാം എന്ന് പറഞ്ഞുവെന്ന് അഭിനവ് ഭാരതിൻ്റെ യോഗത്തിൽ പറഞ്ഞുവെന്ന് ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഒരു കോൺസ്പിറസി തിയറി അല്ല, ഒരു ഗൂഢാലോചന സിദ്ധാന്തമല്ല, മറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയ സംഗതി ചാർജ് ഷീറ്റിൽ നിങ്ങൾക്ക് എഴുതിയതായിട്ട് കാണുവാൻ സാധിക്കും. അതിൽ പറയുന്നു, നേപ്പാൾ എന്ന് പറയുന്ന രാജാവ്, നേപ്പാൾ രാഷ്ട്രത്തിലെ രാജാവ് കിങ് ജ്ഞാനേന്ദ്ര, അദ്ദേഹം ആയുധങ്ങൾ വാങ്ങിയിട്ട് ഇവർക്ക് അഭിനവ് ഭാരതിന് നൽകിത്തരാം, ഇന്ത്യയിൽ ഇസ്ലാമിക ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ആക്രമണം നടത്തുവാൻ വേണ്ടി. ഇങ്ങനെ പല തരത്തിലുള്ള ശക്തികൾ, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേപ്പാളിൻ്റെയും പേര്, രാഷ്ട്രങ്ങളുടെ തന്നെ പേര് ഡീപ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അഭിനവ് ഭാരതിൻ്റെ സഹായിച്ചുകൊണ്ട് ഒരു വലിയ ഒരു കോൺസ്പിറസി മെനഞ്ഞു എന്ന് ഈ ചാർജ് ഷീറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രത്തോളം നമ്മൾ കാണുന്നതിനപ്പുറമാണ് സംഗതികൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതൊരു വലിയ ഡീപ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ ഈ രാഷ്ട്രത്തിൽ ഈ സംഘടന രൂപീകരിക്കപ്പെടുന്ന 925-ലാണ്. 939 മാർച്ച് 26 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പലാസോ വെനാസിയോ എന്ന് പറയുന്ന മുസോളിനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനകത്ത് മൂഞ്ചെ, RSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മൂഞ്ചെ നേരിട്ട് മുസോളിനിയുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പരാഡുകൾ ശ്രദ്ധിച്ചു. ഇത് വിശദമായിട്ട് ഫ്രണ്ട് ലൈനിൽ AG നൂറാനി 2015 ജനുവരി മാസത്തിൽ 23 ഫ്രണ്ട് ലൈനിൽ ഈ കംപ്ലീറ്റ് മിനിറ്റ്സ് മൂഞ്ചയും അതുപോലെ ഈ മുസോളിനിയും തമ്മിലുള്ള ഈ സംസാരത്തിൻ്റെ മുഴുവൻ മിനിറ്റ്സും മുഴുവൻ രേഖയും സമയത്തിൻ്റെ വിശദീകരണം ഉൾപ്പെടെ വാക്കിൻ്റെ ഓരോ വാക്കും ഉദ്ധരിച്ചുകൊണ്ട് ഫ്രണ്ട് ലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഈ പറയുന്ന പലാസോ വെനാസിയോയിൽ പോയിട്ട്, അവിടെ അന്നത്തെ ഹിറ്റ്ലറിൻ്റെ മുസോളിനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് അവിടെയുള്ള മിനിറ്റ്സ് രേഖകൾ എടുത്തിട്ട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയാണ് ഫ്രണ്ട് ലൈനിൽ. അതിൽ മൂഞ്ചെ പറയുകയാണ്, ഇന്ത്യയിലും ഇതുപോലുള്ള ഒരു മിലീഷ്യയെ, ഇങ്ങനെയുള്ള ഒരു മിലിറ്ററൈസ്ഡ് സിറ്റിസൺഷിപ്പിനെ ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ സങ്കല്പത്തെക്കുറിച്ച് ഞാൻ അങ്ങേയറ്റം ഇംപ്രസ്ഡ് ആണ്, ഞാൻ വളരെ മതിപ്പുള്ളവനാണ്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശസ്നേഹവും ഈ പറയുന്ന ഉന്മാദ ദേശീയതയുമൊക്കെ ഇന്ത്യയിൽ ഇതേപോലെ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുകയും എന്നിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇവിടെ നടത്തിയ പ്രസംഗവും പൊതുപ്രസംഗങ്ങളും നിങ്ങൾക്ക് ഈ രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഡീപ് സ്റ്റേറ്റ് കഴിഞ്ഞ ഏകദേശം 100 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മറ്റ് 3 വിഭാഗവും, ഇന്ത്യൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അതുപോലെ തന്നെ IB ഉൾപ്പെടെയുള്ള അതുപോലെ കോർപ്പറേറ്റ്സ്, ഈ 3 വിഭാഗത്തിനകത്തും ഈ RSS എന്ന് പറയുന്ന വിഭാഗം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പുസ്തകം. ഇതിൻ്റെ 88-ാമത്തെ പേജിൽ ഒരു
സെന്റൻസ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇദ്ദേഹം തന്നെ, ഈ മലോയ് കൃഷ്ണധാർ തന്നെ RSSന്റെ ഒരു പ്രവർത്തകനായിരുന്നു. ഇദ്ദേഹം ഒരു RSS പ്രവർത്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ RSSന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയത് അവസാനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ IB-യിലാണ് അദ്ദേഹം ചേർന്നത്. പിന്നീട് അദ്ദേഹം IB-യുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലേക്ക് അദ്ദേഹം മുകളിലേക്ക് കയറി. പക്ഷെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ, ഇന്ത്യയിലെ പ്രീമിയർ ഇൻ്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള IB-ക്കകത്ത് കയറിയപ്പോൾ, ഞാൻ വായിക്കുകയാണ് 88-ാമത്തെ പേജിൽ, എ ലിറ്റിൽ ലേറ്റർ ഇൻ മൈ കരിയർ, ഞാൻ ഈ ജോലി തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദ സിമിലാരിറ്റി ഓഫ് പെർസെപ്ഷൻ പ്രിവെയിലിംഗ് ഇൻ ദ IB ആൻഡ് ഇൻ ദ RSS. IB-ക്കകത്തും RSS-നകത്തുമുള്ള സിമിലാരിറ്റി ഓഫ് പെർസെപ്ഷൻ, രണ്ടുപേരുടെയും എന്താണ് ചിന്തയുടെ സാമ്യത ഞാൻ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ റൂട്ടിലാണ്. രണ്ടുപേരുടെയും ചിന്താ ലൈന് ഒന്ന് തന്നെ. രണ്ടുപേരുടെയും ലോകത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന സ്വഭാവം ഒന്ന് തന്നെ എന്ന് ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം വിശദമായിട്ട് ഈ സംഗതി എഴുതിയതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് പ്രവർത്തിക്കുന്നത് അവർ ഓരോ സംഘടനക്കകത്ത് കയറിയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ സംഘടനക്കകത്ത് കയറി പ്രവർത്തിക്കുന്നത് RSS-നകത്താണ് എന്ന് മാത്രമല്ല, അതിൻ്റെ തീരുമാനമെടുക്കുന്ന ബോഡികളിൽ പോലും IB-യുടെ ഓഫീസേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ RSS എന്ന് പറയുന്ന സംഘത്തിൻ്റെ അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 394-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. There was no reason for the IB not to have access to the inner thinking process and operational strategy of the Sangh Parivar. The Hindu outfit was sufficiently infiltrated by the IB. IB-ക്കകത്ത് അങ്ങേയറ്റം നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. RSS-നകത്ത് IB-യുടെ ഉദ്യോഗസ്ഥർ ഒരുപാട് എണ്ണം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഈ സംഘത്തിൻ്റെ തീരുമാനമെടുക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് നമ്മൾ സ്വാധീനിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന ഒരു കുറ്റസമ്മതവും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവില്ലായ്മ. അദ്ദേഹം പറയുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് IB പ്രവർത്തിക്കുക, കാരണം അത്രത്തോളം നമ്മൾ അകത്തേക്ക് ചെന്നിട്ടുണ്ട് എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. നമ്മൾ കാണാത്ത ഒരു വലിയ ലോകം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ അപകടകരമാണ്. നല്ലതാണെങ്കിലൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ അത് വലിയ വലിയ കുൽസിതമായ സ്വാർത്ഥ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ 60 പേർ, ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസയുള്ള 60 പേർ, ലോകത്തെ മറ്റുള്ള 7 ബില്യൺ ജനങ്ങളെക്കാൾ പൈസ ഉള്ളവരാണ് എങ്കിൽ അവർ ചെയ്യുന്നത് നന്മയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ രാജ്യത്തെ, ഈ ലോകത്തെ അനീതികളെ നിഷ്കാസനം ചെയ്യാൻ കഴിയുമാറ് അവരുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, വിഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കിട്ടുന്ന പണം ഒന്നുകൂടി വികസിപ്പിച്ച് അതിനെ ഒന്നുകൂടി വലുതാക്കി, ഒരു മല അവർക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ 10 മല വേറെയും ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ചെയ്യുന്ന പാതയിൽ അവർ നന്മയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വാധീനമുണ്ട്, പക്ഷെ ആ സ്വാധീനം കൊണ്ട് ഈ ലോകത്ത് നന്മയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രയത്നത്തെ, അവരുടെ ഇൻഫ്ലുവൻസിനെ, അവരുടെ സ്വാധീനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, അതാണല്ലോ ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുക ഈ ഡീപ് സ്റ്റേറ്റിനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഓരോ പത്രവാർത്തയും നമ്മൾ വായിക്കുന്ന സമയത്ത് ആ പത്രവാർത്തയുടെ പിന്നിലുള്ള കഥകളെക്കുറിച്ചാണ് നമുക്ക് ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. ഒരു പ്രത്യക്ഷമായിട്ട് അത് വായിക്കുന്നതിന് പകരം അതിൻ്റെ പിന്നിലുള്ള വ്യൂസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ന്യൂസിൽ നിങ്ങൾ അടിമപ്പെടരുത്, മറിച്ച് നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകണം, നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ഈ കാഴ്ചപ്പാടാണ് നിങ്ങൾ പത്രം വായിക്കുന്നതിലൂടെ രൂപീകരിക്കേണ്ടത്. പത്രം എല്ലാ ദിവസവും വായിക്കേണ്ടതില്ല എന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കും. കാരണം പത്രം വായിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ബോധത്തെ നമ്മളറിയാതെ അത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വളരെ കുതന്ത്രം നിറഞ്ഞിട്ടുള്ള, അങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള യാഥാർത്ഥ്യമാണ് പത്രം അല്ലെങ്കിൽ വാർത്ത എന്ന് പറയുന്നത്. ഓരോരുത്തരും ജനങ്ങളുടെ മനസ്സിനെ കവരാൻ, ഇൻ ഓർഡർ ടു വിൻ ദ ഹാർട്ട്സ്, അവർ കൈക്കലാക്കിയിട്ടുള്ളത് മീഡിയയാണ്. ആ മീഡിയയിലൂടെ
ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് വാർത്തകളെ വളച്ചൊടിച്ച് അവർ ഇല്ലാത്ത വാർത്തയെ ഉണ്ടാക്കി ഉള്ളതിനെ പൂർണ്ണമായി തമസ്കരിച്ച് പുതിയ വാർത്തകൾ പടക്കുന്ന തത്രപ്പാടിൽ നമ്മളും ആ പറയുന്ന ഒരു പ്രക്രിയയിൽ പെട്ടുപോകാതിരിക്കാനാണ് വാർത്തകൾ വായിക്കുന്ന അവസരത്തിൽ പോലും ഓരോ സമയത്തും TV ചാനൽ ചർച്ചകൾ കാണുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വിനീതമായി ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ഡീപ് സ്റ്റേറ്റിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട്. രണ്ടാമതായിട്ട്, ഈ ഡീപ് സ്റ്റേറ്റ് പരാജയപ്പെടുമോ? വളരെ സുപ്രധാനമായ ചോദ്യമാണ്. ഡീപ് സ്റ്റേറ്റ് ഇസ് ഇറ്റ് ഓൾമൈറ്റി? അത് സർവാധിപത്യമുള്ള രക്ഷാധികാരിയെ പോലെ, പടച്ചതമ്പുരാനെ പോലെ വളരെ ശക്തമായ ഒരു വിഭാഗമാണോ? അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ജാസ്മിൻ റവല്യൂഷൻ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരു ഭാഗം ഒന്നടങ്കം, നോർത്ത് ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഭാഗം ഒന്നടങ്കം ഒരു സൈലന്റ് റവല്യൂഷന്, ലോക ചരിത്രം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൈലന്റ് റവല്യൂഷന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ജാസ്മിൻ റവല്യൂഷൻ, മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ. ആ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിട്ട് നടന്നിട്ടുള്ള ഓരോ സംഭവവും, ഒരു വർഷത്തോളം കാലമായിട്ട് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പരാജയപ്പെട്ട, ആ മേഖലയിൽ പരാജയപ്പെട്ടതിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓക്സ്ഫോർഡിലും അതുപോലെ കാംബ്രിഡ്ജിലും പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. ദ ഡീപ് സ്റ്റേറ്റ് ആൻഡ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് നിങ്ങൾ വായിക്കണം. എന്താണ് ഡീപ് സ്റ്റേറ്റും ഇസ്ലാമിക് സ്റ്റേറ്റും, അല്ലെങ്കിൽ ലോകത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്നുള്ള ISIS-നെ കുറിച്ചല്ല, മറിച്ച് ഇസ്ലാമിക ലോകത്തെക്കുറിച്ച്, ഇസ്ലാമിക ലോകത്ത് ഡീപ് സ്റ്റേറ്റ് പരാജയപ്പെട്ടതിൻ്റെ കഥകളെക്കുറിച്ച് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും ഈ ഡീപ് സ്റ്റേറ്റിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTI, അല്ലേ, വിവരാവകാശ നിയമം. ഈ വിവരാവകാശ നിയമം നിങ്ങളൊരു വെള്ളക്കടലാസിൽ നിങ്ങൾ എഴുതിയിട്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക്, ഇവിടെയുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ എഴുതി കൊടുത്താൽ അവർ നിങ്ങൾക്ക് മറുപടി തരാൻ ബാധ്യസ്ഥമാണ്. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെ ഒരു വ്യവസ്ഥിതി വരാതിരിക്കാൻ വേണ്ടി അവരെ സകല പണികളും എടുത്തു നോക്കി. എന്നിട്ട് അവസാനം അരുണ റോയ് എന്ന് പറയുന്ന ഒരു സ്ത്രീയും അദ്ദേഹത്തോടൊപ്പം ഒരു 8-10 പേരും ചേർന്നിട്ട് ഒരു ചെറിയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ എല്ലാവിധത്തിലുള്ള താല്പര്യങ്ങളെയും പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ട്, അവരുടെ എല്ലാ താല്പര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് ഇന്ത്യയിൽ, ഒരു പുതിയ നിയമം ഇന്ത്യയിൽ പാസ്സായത്. അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥ, കച്ചവട, മിലിറ്ററി, ഇന്റലിജൻസ് എല്ലാ താല്പര്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ആ നീക്കം ഇവിടെ സക്സസ്ഫുൾ ആയത് അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പഠിക്കുകയും ആ കാരണത്തിലൂടെ മുന്നോട്ട് ഗമിക്കുവാൻ ഇവിടെയുള്ള ഓരോ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് വിശദമായിട്ട് ഇവിടെ സംസാരിക്കാനുള്ള ഒരു വേദിയല്ല ഇത്, ഒരു പൊതുയോഗമാണല്ലോ. നമുക്ക് എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്ന ഡീപ് സ്റ്റേറ്റിന് വിരുദ്ധമായ ഒരു സംഭവം ഇവിടെ നടപ്പിലായത്? അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ബിൽ എന്ന് പറയുന്ന ഒരു നിയമം ഇവിടെ പാസ്സാവുകയുണ്ടായി. ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിൽ പാസ്സാവുകയുണ്ടായി. നേരത്തെ സംസാരിക്കുന്നതിനിടയിൽ PA പൗരൻ സാറാണെന്ന് തോന്നുന്നു, നേരത്തെ KEN കുഞ്ഞാമ്പു സാഹിബ് പറയുകയുണ്ടായി, 919 നടന്ന റൗളറ്റ് ആക്ടിന് വിരുദ്ധമായിട്ടുള്ള, നേരത്തെ മകരീവ് നമസ്കാരത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല, 919 റൗളറ്റ് ആക്ടിന് വിരുദ്ധമായിട്ടുള്ള ജാലിയൻ വാല ബാഗ് എന്ന് പറയുന്ന ഒരു വലിയ പൂന്തോട്ടത്തിൽ പഞ്ചാബികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. അതിനെതിരെ എല്ലാവരും കൂടെ, റൗളറ്റ് ആക്ട് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പോട്ട, ടാഡ, UAPA, മക്കോക്ക, ഗുജ്കോക്ക പോലുള്ള കാടൻ നിയമങ്ങളെക്കാൾ ഭീകരമായിട്ടുള്ള, അതിനേക്കാൾ ഭീകരമല്ല, ഇതിൻ്റെ പകുതി മാത്രം ഭീകരതയുള്ള ഒരു നിയമമായിരുന്നു അന്ന് റൗളറ്റ് ആക്ട് എന്ന പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയത്. ഇത്രത്തോളം പ്രൊവിഷൻസ് അതിലുണ്ടായിരുന്നില്ല. അതിലേക പ്രൊവിഷൻ, റൗളറ്റ് ആക്ടിനെ ഒരു ഭീകര നിയമമാക്കുന്നത്, ഒരു കാടൻ നിയമമാക്കി മാറ്റുന്നത്, ആളുകൾക്ക് സ്വീകാര്യമാകാത്തൊരു നിയമമാക്കി മാറ്റാൻ കാരണം അതിലുള്ളൊരു പ്രൊവിഷനാണ്. ആരെയും പിടിച്ചിട്ട് ഒരു ഇല്ലീഗൽ ഡീറ്റൻഷൻ നടത്താം, ഒരു കുറച്ച് ദിവസത്തേക്ക് ജയിലിൻ്റെ അകത്തേക്ക് പിടിച്ചിടാം, ഒരു കാരണവുമില്ലാതെ. അങ്ങനെയുള്ളൊരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അതിനെ ഭീകരമാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഭീകരമായ പ്രൊവിഷൻസ് ഉള്ള നിയമങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അന്ന് അതുണ്ടായിരുന്നപ്പോൾ അത് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു. എന്നിട്ടന്ന് പോരാടിയത്, അതിനുവേണ്ടി മരിച്ചത് ഇന്ത്യക്കാരായിരുന്നു. ഇന്ന് അതിനേക്കാൾ ഭീകരമായ നിയമം ഉണ്ടാക്കുന്നത് ഇന്ത്യ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യപ്രകാരം അതുണ്ടാക്കപ്പെടും. ഞാൻ പറയുന്നതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ്.
അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും, ഈ നിയമം ഇന്ത്യൻ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കപ്പെട്ടതല്ല. അതിൽ എഴുതിയിരിക്കുന്നു, അക്കോർഡിംഗ് ടു ദ റെസൊല്യൂഷൻ 1373 ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ 2001 സെപ്റ്റംബർ 27 തീയതി ചേർന്ന യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ചേർന്ന് അവർ തീരുമാനിച്ച തീരുമാനപ്രകാരം എടുത്ത തീരുമാനമാണ് ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നത്. ആ നിയമം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ് ഇന്ത്യയുടെ മുകളിലേക്ക് ഇടുന്നത് എന്ന് ഇന്ത്യയുടെ നിയമത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും, ഇറ്റ് ഈസ് നോട്ട് ഇന്ത്യ ബട്ട് ദ ഡീപ് സ്റ്റേറ്റ് വിച്ച് ഈസ് കോളിംഗ് ദ ഷോട്ട്സ്. അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരാണ് നമ്മളോട് ആജ്ഞാപിക്കുന്നത്. പക്ഷെ ഇന്ന് ആരും പ്രതിഷേധിക്കുന്നില്ല, എല്ലാവരും കൈകെട്ട് അതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ ഒരു ലഹരിയിൽ എല്ലാവരും നിന്ന് അതിനെ വന്നിച്ച് അതിനെ ശരിയാണെന്ന് പറഞ്ഞ് അവർ സ്വയം തന്നെ അടിമത്തം പേറുകയാണ് എന്നുള്ള ഒരു മാനുഫാക്ചറിങ് കൺസെൻറ്റിനോടൊപ്പം തന്നെ നടക്കുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പീഡനം സ്വയം ഏറ്റുവാങ്ങുക. എല്ലാവരും ഒരു പ്രത്യേകമായ ഉന്മാദ ലഹരിയിൽ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ ഈ പറയുന്ന തെറ്റുകളൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങുക എന്ന് പറയുന്ന ഒരു പണിയാണ് ഇന്ന് സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ സാധാരണ ജനത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഗതികളെ തിരിച്ചറിയുകയും എന്നിട്ട് സമൂഹത്തിന് മുന്നിൽ ഇതിനെക്കുറിച്ച് പറയുകയും അതിനെ ആളുകളുടെ അവബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഈ ഒരു സംഭവത്തെ നമുക്ക് ടോപ്പിൾ ചെയ്യാൻ സാധിക്കും. ഡീപ് സ്റ്റേറ്റ് ഈസ് നോട്ട് സോ സ്ട്രോങ്. അത്ര ശക്തന്മാരല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ഡീപ് സ്റ്റേറ്റും ദേ ആർ നോട്ട് സ്ട്രോങ്. പക്ഷെ അവർ സ്ട്രോങ് ആവുന്നത് നമ്മളുടെ അജ്ഞത കൊണ്ടാണ്. ഒരു സമൂഹം ഒന്നടങ്കം അജ്ഞരാണെങ്കിൽ ദേ വിൽ ബി വെരി സ്ട്രോങ്. അവർ വളരെ ശക്തരായിരിക്കും. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായിട്ട് മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ശ്രമിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് വാഹ്റു ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.